നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകർ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് ആദിത്യൻ്റെ വൃശ്ചികരാശിയിൽ നിന്നും ധനുരാശിയിലേക്കുള്ള ചാരവശാലുള്ള മാറ്റമാണ്. എപ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്? 1201 ധനുമാസം 1-ാം തീയതി, അതായത് വൃശ്ചികമാസം 28-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് ധനുമാസം 1-ാം തീയതി ഉദയാൽ പൂർവം, അതായത് 2025 ഡിസംബർ 15 കഴിഞ്ഞ് 16-ാം തീയതി പുലർച്ചെ ഉദയാത്പൂർവം 4:15 ധനുരവി സംക്രമം. ധനുമാസത്തിൽ ധാരാളം വിശേഷങ്ങളുണ്ട്, സവിസ്തരം നമുക്ക് പ്രതിപാദിക്കാം. ഇവിടെ സ്വതവേ വൃശ്ചികത്തിലെ സൂര്യൻ അത്ര ശുദ്ധനല്ല. പലപ്പോഴും സാഹസികതയും എടുത്തുചാട്ടവും ഒക്കെ നടത്തി അശുഭഫലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമായിരുന്നു സൂര്യൻ. പലപ്പോഴും ശ്രദ്ധിക്കുക, വൃശ്ചികത്തിലെ സൂര്യൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്ത് കാണാറുണ്ട്. പക്ഷേ ധനുവിലെ സൂര്യൻ അങ്ങനെയല്ല. വ്യാഴക്ഷേത്രത്തിലെ സൂര്യന് വ്യക്തമായ ഒരു ദിശാബോധം കൊടുക്കുന്നുണ്ട് ജ്യോതിഷത്തിൽ. അവയുടെ ആശ്രയഫലം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൽപൂജ്യ, സജ്ജനങ്ങൾ തന്നെ പൂജിക്കും, ബഹുമാനിക്കും. ധനവാൻ, സാമ്പത്തികമായിട്ടും വളരെയധികം ഗുണം കൊടുക്കും ധനുവിലെ സൂര്യൻ. ധനുർധരഗതേ തീഷ്ണ ഭിഷക് കാരുക. ധനുർധരഗതേ, ധനുരാശിയിൽ വരുമ്പോൾ തീഷ്ണ, സ്വഭാവത്തിൽ തീഷ്ണത ഉണ്ടാകും. സ്വതവേ തീഷ്ണതയുള്ള രാശിയാകുന്നു ധനുരാശി. അതിനാൽ തീഷ്ണത വളരെ കൂടും. ഭിഷക്, ഒന്നുകിൽ വൈദ്യശാസ്ത്രത്തിൽ വളരെ പ്രവീണനാവും, അല്ലെങ്കിൽ കാരക, ശില്പിയാകും. ശില്പവേലകളിൽ വളരെയധികം എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെടുന്ന ടാലൻറ്റ് വളരെയധികം കൂടുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. സ്വതവേ ധനുരാശിക്ക് ശില്പബുദ്ധി എന്നൊരു പേര് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യ സാങ്കേതിക മേഖലകളിൽ ശോഭിക്കും ധനുവിൽ നിൽക്കുന്ന സൂര്യനെന്ന് നിങ്ങൾ അറിയുക. നല്ലൊരു ഫലമാണ് ധനുവിൽ നിൽക്കുന്ന സൂര്യനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അത് ഓരോ രാശിക്കാർക്കും എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കണം. അതിനുമുമ്പേ മനസ്സിലാക്കണം, താതസ്യാത്മപ്രഭാവ, പിതാവിൻ്റെ കാരകനാണ്. അപ്രകാരം തന്നെ വ്യക്തിത്വം, ഇതും കൂടി ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു സൂര്യൻ. അതിനാൽ ഈ സൂര്യൻ ധനുരാശിക്കാർക്ക് നന്മകൾ പ്രദാനം ചെയ്യും. എപ്രകാരം ഓരോ രാശിക്കാർക്കും എന്ന് നമുക്ക് ചിന്തിക്കണം. അതിന് പുറമെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, അടുത്ത മാസം മകരം 1-ാം തീയതി ഒരു പുത്തൻ മാസം ആരംഭിക്കുകയാണ്, ഉത്തരായനം ആരംഭിക്കുകയാണ്. സൂര്യൻ ശക്തമായി വരുന്ന എല്ലാ സാന്നിധ്യവും പ്രകടിപ്പിക്കുന്ന ഒരു രാശിയാണ് ധനുരാശി എന്നറിയുക. മകര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് ആദിത്യൻ സഹായപതിയാണ്, 3-ാം ഭാവാധിപനാണ്. എന്തൊക്കെയാണ് 3-ാം ഭാവം എന്നാൽ ഉദ്ദേശിക്കുന്നത്? ധൈര്യം, വീര്യം, ദുർബുദ്ധി, സഹോദര പരാക്രമവും. തന്നെ ധൈര്യം, വീര്യം, ദുർബുദ്ധി, സഹോദരങ്ങൾ, പരാക്രമങ്ങൾ, ദക്ഷകർണ സഹായിച്ച വലത്തെ ചെവി, ഇതൊക്കെയാണ് തൻ്റെ സഹായികൾ. ഇതൊക്കെയാണ് 3-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ഇവിടെ ആദിത്യൻ നിൽക്കുന്നത് എവിടെയാണ്? സൂര്യക്ഷേത്രത്തിലാണ്. കൂടെ ചൊവ്വയുമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ മിഥുന രാശിയിൽ നിന്ന് രാശിയിൽ വ്യാഴവും 7-ൽ ചൊവ്വയും സൂര്യനുമാണ്. അനാവശ്യമായ മാനസിക സംഘർഷങ്ങൾ ഇടപെട്ടാൽ വളരെയധികം ടെൻഷൻ വരുന്ന സമയമാണെന്ന് അറിയുക. കാരണം ലഗ്നത്തിൽ വ്യാഴവും 7-ൽ ചൊവ്വയും വന്നാൽ അതൊരു ഉന്മാദ ലക്ഷണമാണ്. അങ്ങേയറ്റം മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കാം. തനിക്ക് പറ്റാത്ത വിഷയങ്ങളിലൊക്കെ എടുത്തു ചാടിയാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും. ഇവിടെ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന പാപഗ്രഹം വളരെയധികം ക്ലേശങ്ങൾ ദാമ്പത്യത്തിനുണ്ടാക്കാം. യാത്രക്ക് തടസ്സം വരാം. 7-ാം ഭാവം എന്താണ്? വിവാഹം, അന്തനാലോക, ഭാര്യാഭർത്തൃ സമാഗമ, ശയ്യ, സ്ത്രീസത്മം, നഷ്ടാർത്ഥ, മൈഥുനാന്യപി സപ്തമാത്. ഇവിടെ 7-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ സ്ത്രീബിർഗത പരിഭവം എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. തൻ്റെ സ്ത്രീകൾക്ക് പരിഭവം വരിക, ഭാര്യയ്ക്ക് പരിഭവം വരിക, അല്ലെങ്കിൽ അന്യ സ്ത്രീകൾക്ക് തന്നോട് വളരെയധികം പരിഭവം വരുന്ന ഒരു മാസമാണിതെന്ന് അറിയുക. 7-ാം ഭാവത്തിൽ സൂര്യൻ്റെയും ചൊവ്വയുടെയും വിഷയം പലപ്പോഴും ആ ദാമ്പത്യ വിഷയത്തിലേക്ക് എന്തിലേക്ക് നയിക്കപ്പെടും? ഭാര്യാഭർത്താക്കന്മാർ അകന്നു പോകുന്ന സമയം വരും, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും പാർഷ്യലായി സെപ്പറേഷൻ ആകുന്ന ഒരവസ്ഥ വരും. കാരണം 7-ാം ഭാവത്തിൽ ചൊവ്വ വരുമ്പോഴുള്ള ഫലം അതാണ്. ഉത്സൃഷ്ടാ തരുണോ കുജേത് വിധവ. സ്ത്രീയെ സംബന്ധിച്ചോളം 7-ൽ സൂര്യൻ വന്നാൽ ഭർത്താവ് ഉപേക്ഷിക്കുക, ചൊവ്വ വന്നാലോ വിധവ. അവിടെ ഭർത്താവ് മരിക്കണമെന്നില്ല. വിഗതഹ ധവ യസ്യഹ സ. ഭർത്താവ് തൻ്റെ അടുത്തില്ലാത്തൊരവസ്ഥ വരിക. അതിനാൽ പാർഷ്യലി സെപ്പറേഷൻ ആകുക, ഭാര്യയും ഭർത്താവും 2 സ്ഥലത്ത് ജോലി സംബന്ധിച്ച വിഷയങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സെപ്പറേഷൻ വരിക. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഭാര്യാഗൃഹത്തിൽ തീ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകും. തൻ്റെ ഭാര്യ തീ കൊണ്ട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം.
ഗ്യാസ് പൊട്ടിത്തെറിക്കുക, ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുക, തിളച്ച വെള്ളം അറിയുക, തീ പെട്ടെന്ന് പടർന്നു പിടിക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു മാസം വളരെ ശ്രദ്ധിക്കണം മിഥുനൻ രാശിക്കാർ. അവിടെ 7ാം ഭാവാധിപനായ ഗ്രഹം വ്യാഴം ലഗ്നത്തിലുണ്ട്, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുമായിരിക്കും. അതിന് പരിധിവരെ സമാധാനമാണ് അവിടെ ജന്മ വ്യാഴം മിഥുനൻ രാശിക്കാർ. അതിനാൽ ഒരു ഭാര്യ ഒരുപക്ഷെ സംരക്ഷിക്കാൻ ആ വ്യാഴത്തിൻ്റെ പ്രസൻസ്, ആ സാന്നിധ്യം അനുകൂലമായി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ഇവിടെ വളരെയധികം മൂത്രാശയ രോഗികൾ ശ്രദ്ധിക്കണം. യൂറോവുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങളുണ്ടാകാം. പല്ലുകളെ വളരെയധികം ശ്രദ്ധിക്കണം. 7ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ രഥവൈകൃത്യകരാച്ച സപ്തമയെ, പല്ലുകൾക്ക് വികൃതി വരും. അതിനാൽ പല്ലുകൾക്ക് സർജറി ചെയ്യാനൊക്കെ ഈ ഒരു വാരം നല്ലതാണ്. മൂത്രത്തിൽ കള്ളുള്ളവർക്ക്, മൂത്രാശയത്തിൽ രോഗങ്ങളുള്ളവർക്ക് വളരെയധികം ശ്രദ്ധിക്കണം. സ്ത്രീകളാണെങ്കിൽ ഗൈനിക്കായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം. കാരണം 7ാം ഭാവത്തിൽ പാപഗ്രഹം വരുമ്പോൾ സുഭഗത അസ്തമയെ പതിസ്ഥ, തൻ്റെ സൗഭാഗ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ശാരീരിക വിഷയം ശ്രദ്ധിക്കണം. പിന്നെ 7ാം ഭാവം തന്നെ ഭർത്താവാണ്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിഷയം ശ്രദ്ധിക്കണം. നിർബന്ധമായും ഇവിടെ ശിവപാർവതി ക്ഷേത്രത്തിൽ ദമ്പതികൾ ഐക്യമത്യ പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഐക്യമത്യ അർച്ചന ചെയ്യണം. എല്ലാ പ്രിയപ്പെട്ട മിഥുന രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഭാവിയെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.